ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ്. കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ഹക്കീം ഷാജഹാൻ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. കടക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സജിൽ മമ്പാടാണ്. ഈ സിനിമ കാണാൻ ഇടയായെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇന്നലെ രാത്രിയാണ് കണ്ടത് സിനിമ. ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വിചാരിച്ചത് ഹക്കീം ഷാജഹാൻ്റെ ഒരു സിനിമ ആയതുകൊണ്ടാണ്. അതുമാത്രമല്ല, സജിൽ മമ്പാട് എന്ന സംവിധായകൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ വെറും 23 വയസ്സാണ്. 23-ാം വയസ്സിലൊരു സിനിമ സംവിധാനം ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുകൂടിയാണ് ഈ ഒരു സിനിമ കാണാൻ പോയത് തന്നെ. അപ്പോൾ പല സ്ഥലത്തു നിന്നും നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നതെങ്കിലും ഒന്ന് കാണാൻ വിചാരിച്ചു, അങ്ങനെ കണ്ടതാണ്. അപ്പോൾ മണൽ മാഫിയയെക്കുറിച്ചുള്ളൊരു കഥയാണ്, മണൽക്കടത്ത്, അതിനെക്കുറിച്ചുള്ളൊരു കഥയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ മണൽക്കടത്ത് കാര്യങ്ങളൊക്കെ കുറേ കാലമായി, ഒരുപാട് 10-20 കൊല്ലം, ഒരു ഏകദേശം 10-12 കൊല്ലമൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ മണൽ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മണൽ ഉപയോഗിച്ച് ഒരു സംഭവങ്ങളും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ മണൽവാറിലൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പം ആർട്ടിഫിഷ്യലായിട്ടുള്ള എംസാൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് നടക്കുന്ന കഥയായിട്ടാണ് ഈ ഒരു സിനിമ. ഏത് കാലഘട്ടമൊന്നും സിനിമയിൽ കാണിക്കുന്നില്ല, പക്ഷേ നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ള ആ ഒരു കാലഘട്ടം നടക്കുന്ന സംഭവങ്ങളാണെന്നുള്ളത്. പരിസർശകനുണ്ട്, ജാഫ്രിഡിക്ക് ഉണ്ട്, പിന്നെ രഞ്ജിത്ത് ഉണ്ട്, രാജമാണിക്യത്തിലെ വില്ലനായിട്ട് അഭിനയിച്ച അതല്ല രഞ്ജിത്ത് ഉണ്ട്, ഈ സിനിമയിൽ വില്ലനാണ്. പിന്നെ ഹരീഷ് പാരഡി, അങ്ങനെ ഒരുപാട് പേര്, പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ, ജാഫ്രിഡിക്ക്, അങ്ങനെ കുറേ ആൾക്കാർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയല്ലോ, മണൽക്കടത്താണ് പിന്നെ ഈ സിനിമയിലെ പ്രധാന ആ ഒരു സംഭവം, ഇതിനെ അടിസ്ഥാനമാക്കിയെടുത്ത സംഭവമാണ്. തിരക്കഥ വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏറ്റവും വലിയൊരു നെഗറ്റീവ്, ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ തിരക്കഥയായിരുന്നു. പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസുകൾ കാഴ്ച വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കോമഡികൾ വെറുതെ എന്തൊക്കെയോ പറഞ്ഞു വെക്കുന്നുണ്ട്. കോമഡി ഇപ്പം ചിരി വരുന്നില്ല, സങ്കടം തോന്നുന്നത് ഇവരുടെ ഈ കോമഡി. ഇതുപോലുള്ള ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ എന്തിനു നടത്തുക എന്നുള്ളത് ഈ പണ്ട് സിനിമകളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ. ഇതിലെന്തിനാണ് ഇങ്ങനത്തെ ഒരു സംഭവം മനസ്സിലായില്ല, വലിയ ചിരിയൊന്നും തോന്നിയില്ല അങ്ങനെ സംഭവം കണ്ടിട്ട്. പിന്നെ കോമഡിക്ക് വേണ്ടി വെറുതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് പോലെയാണ് തോന്നിയത്. പിന്നെ മ്യൂസിക് പല സ്ഥലത്തും മോശമായി തോന്നി. പിന്നെ ഫൈറ്റ് രംഗങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. കുറഞ്ഞ ഫൈറ്റ് രംഗങ്ങളേ ഉള്ളെങ്കിലും ഫൈറ്റ് രംഗങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് രംഗത്തുള്ള BGM ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വേറെന്താ പറയാനുള്ളത്, ഹരിശ്രാശയുടെ പെർഫോമൻസ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ്, റഫായിട്ടുള്ള പിന്നെ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ പിന്നെ ഹക്കീം ഷാജഹാനൊക്കെ കിട്ടിയ റോളുകളെല്ലാവരും ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയൊക്കെ തന്നെ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ വില്ലനായിട്ട് വന്ന നമ്മുടെ രഞ്ജിത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. വളരെ മോശമൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. ശോഭി തിലകൻ്റെ ആ ഒരു ഡബ്ബിങ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശോഭി തിലകനാണല്ലോ. ഒക്കെ മാറ്റേണ്ട സമയമായിരുന്നു എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു വില്ലൻ കഥാപാത്രം ക്ഷീണം പിടിച്ചതുപോലെ എനിക്ക് തോന്നി ആ ഒരു വില്ലൻ കഥാപാത്രത്തിന്. അത്രയൊക്കെ തന്നെയാണ്. ഏതോ കാലം ഇറങ്ങേണ്ട സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് കാലം തെറ്റി വന്ന ഒരു മണൽ മാഫിയ, കാലം തെറ്റി വന്ന ഒരു മണൽക്കടത്ത് കഥ എന്നൊക്കെ സിനിമയെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ അത്രയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് തോന്നിയത്. നിങ്ങളാരെങ്കിലും സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എനിക്ക് ഈ സിനിമ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, തിയേറ്ററിൽ കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. എന്തായാലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടാവില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.